കൊള്ളയടി എന്ന് വെച്ചാൽ വൻ കൊള്ളയടിയാണ്. ഈ കാണുന്ന സാധനത്തിലൊക്കെ 570 രൂപയാണ് ഇവന്മാർ മേടിച്ചിട്ടോ. യാത്രകൾ തുടരുകയാണ്. അങ്ങനെ ജമ്മുവിൽ നിന്നും കശ്മീരിലേക്കുള്ള യാത്രയിൽ ഒരു ദബയിൽ നിർത്തിയാണ്. ട്രാവൽ പോയിന്റ് എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്തിട്ടോ. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ മലയാളികളായിട്ടുള്ളവന്മാരാണ് ഇവന്മാരുടെ വണ്ടി കയറരുത്. ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ആശുപത്രിക്ക് സൊസൈറ്റിയും രൂപീകരിച്ച് അവിടെ പണപ്പിരിവ് നടത്തുന്നുണ്ട്. ഈ കാണുന്ന സാധനങ്ങൾക്കൊന്നും MRP വരില്ല. ഞങ്ങൾ ട്രൈ ചെയ്ത ഈ ബദാം മിൽക്കായിരുന്നു, അത് കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചായ കുടിച്ചു. എൻ്റെ പൊന്നു മോനെ, ഈ ഒരു ചായ നല്ല രുചിയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. വില ചോദിച്ചപ്പോഴാണെങ്കിലോ ഞെട്ടിപ്പോയി. 40 രൂപയാണ് ഒരു ചായക്കും മറ്റേ ഇവന്മാർ ഈടാക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് വിലയുടെ കാര്യം ചോദിക്കാനോ പറയാനോ ആരുമില്ല. ഇതാണ് ബസ്. ഞാൻ പറഞ്ഞല്ലോ, മലയാളികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബസ്സിൽ കയറരുത്. കാരണം ഈ ഒരു ബസ്സിന് ഇവരൊരു നമ്പർ പോലും ഇട്ടിട്ടില്ല. നോക്കി, ഇതിനൊരു എമർജൻസി എക്സിറ്റ് ഉണ്ട്. ആ എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ബെഡ്റൂം ഇവന്മാർ ഉണ്ടാക്കി വെച്ചേക്കുക. കാരണം അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ അവിടെ പുറത്ത് ഇറങ്ങാനുള്ള ഒരു സംവിധാനമില്ല. ഇതാണ് ഞങ്ങളുടെ ക്യാബിനായിട്ട് ഞങ്ങൾക്ക് സ്റ്റേ ആയിട്ട് കിട്ടിയ കേട്ടോ. ഏറ്റവും ബാക്കിൽ അലക്ക് വരെ ഞങ്ങളുടെ അടുത്ത്. വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് പൊളിക്കാനായിട്ട് കൊണ്ടുവരുന്ന KSRTCയുടെ പുതുപുത്തൻ ബസ്സാണ് കേട്ടോ ഇത്. ഇവരുടെ നാട്ടിലെ ഈ വണ്ടികളൊക്കെ ആയി ഞങ്ങൾ യാത്ര തുടരുന്നു. ഗുഡ് മോർണിംഗ് ജമ്മു. അങ്ങനെ രാവിലെ തന്നെ ജമ്മുവിലേക്ക് എത്തി കേട്ടോ. 12 മണിക്കൂറത്തെ യാത്ര. അങ്ങനെ ജമ്മു